ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഒരാൾ എന്തിനെയാണ് ജീവിത ഉദ്ദേശം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യമായി കാണേണ്ടത്? ആത്മീയമായ ഉയർച്ചയാണോ അതോ ഭൗതികമായ നേട്ടങ്ങളാണോ? യഥാർത്ഥത്തിൽ എന്താണ് ആത്മീയമായ നേട്ടവും അല്ലെങ്കിൽ ഭൗതികമായി തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ വളരെ പ്രധാനം തന്നെയാണ്. ആത്മീയമായിട്ടുള്ള ചിന്തയില്ലെങ്കിൽ ഈ ഭൗതികമായിട്ട് നേട്ടങ്ങളുണ്ട് എന്ത് ഗുണമുണ്ട് എന്ന ചോദ്യം. ഭൗതികമായിട്ട് വളരെയധികം നേട്ടമുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി വലിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വലിയ ഭരണാധികാരിയായി മാറി നിരവധി ആളുകൾ ബഹുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ പേടിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിന് യാതൊരു സുഖവുമില്ല. രാത്രി നല്ല ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് സ്വയം സംശയമുണ്ട്. ഞാൻ കാണിക്കുന്നത് സ്വയം അബദ്ധമാണെന്ന് തോന്നലുണ്ട്. ആളുടെ നേട്ടം കൊണ്ട് യഥാർത്ഥത്തിൽ ഗുണം എന്താണ് ഉണ്ടാവുക? നിരച്ച് ആധ്യാത്മികമായിട്ട് ഞാൻ എല്ലാം ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ വളരെയധികം ചിന്തിക്കുന്നു. ഈ ലോകം മുഴുവൻ നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ എല്ലാവർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്ന് ഭജിക്കുകയാണ്. 24 മണിക്കൂർ ഞാൻ ഈശ്വര വിചാരം കൊണ്ട് മാത്രം ഞാൻ സ്വയം വിചാരിക്കുന്നു ഞാൻ ആധ്യാത്മികമായിട്ട് ആത്മീയമായിട്ട് ഞാൻ ഈശ്വരനിലേക്ക് ചേർന്നു. പക്ഷേ വേറെ തന്നെ എനിക്ക് സമയത്ത് ഉള്ളിലേക്ക് ഭക്ഷണം ചെന്നില്ലെങ്കിൽ, എനിക്ക് രാത്രി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എന്താണ് എൻ്റെ അവസ്ഥ ഉണ്ടാവുക? അപ്പം ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളില്ലാതെ എൻ്റെ ആത്മീയത ഏത് തരത്തിലാണ് നിലനിൽക്കുക? എന്നാൽ ഭൗതിക സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് മനസ്സിന് സുഖമില്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് കൊണ്ടുണ്ടാവുക? അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ തന്നെ വളരെ പ്രാധാന്യമാണ്. നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. പലരും പല തരത്തിലുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ അത് നല്ല രീതിയിലും ചീത്ത രീതിയിലും ചെയ്യുന്നുണ്ട്. പലരും ധനത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ചെയ്യുന്നതിന് ഒരു വാല്യൂവിന് വേണ്ടി ചെയ്യുന്നവർ വളരെ വിരളമായിരിക്കാം. അവർക്കുണ്ടാകുന്ന ഒരു മനസ്സുഖം വളരെ വ്യത്യാസമാണ്. നമ്മൾ ഒരു കാര്യം ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളൊരു വലിയ ബിസിനസ് നമ്മൾ ചെയ്യുന്നു, ഒരു വലിയ വ്യാപാരിയാണ് അല്ലെങ്കിൽ വലിയ വ്യവസായിയാണ്, തീർച്ചയായിട്ടും അത് കർമ്മമാണ്. ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ കർമ്മത്തിൽ നിന്നുള്ള ഫലം, ആ ഫലം ഈ പറഞ്ഞ പോലെ ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ 5% ഞാൻ ചാരിറ്റബിൾ ആക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അത് അത് തീർക്കാൻ വേണ്ടി ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കുക ചെയ്യുക എന്നതുകൊണ്ടല്ല. സത്യത്തിൽ ആ ഒരു മാറ്റിവെക്കുന്ന പണം കൊണ്ട് സമൂഹത്തിലൊരു മാറ്റം വരുത്താൻ കഴിയുന്ന തരത്തിൽ കുറച്ച് ആളുകളുടെ ജീവിതത്തെ കണ്ടറിഞ്ഞ് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടാകുന്ന തൃപ്തി, ആ വ്യക്തിക്കുണ്ടാകുന്ന തൃപ്തി അത്ര വലുതായിരിക്കും. പണം കയ്യിലുണ്ട്, ആ പണം കൊടുക്കുന്നു. നമുക്കറിയാം പലപ്പോഴും ഇന്നത്തെ കാലത്ത് ആത്മീയ സുഖത്തിന് അല്ലെങ്കിൽ ഈ ഒരു സുഖത്തിന് പലരും പണം ഉണ്ടാക്കി കഴിയുമ്പോൾ ചാരിറ്റിക്കായിട്ട് ഇത്ര പണം കൊടുക്കുക എന്ന് തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുക. ആളെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് കിട്ടുന്ന ആളുകൾക്ക് കൊടുക്കുക. ഇത് വാങ്ങാൻ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേറുന്നുണ്ട് കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിച്ച് വാങ്ങുക. അവർക്ക് അതിനകത്ത് ഈ കിട്ടിയ ആളുകൾക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. അയാളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ കുറേ എനിക്ക് തന്നു, ഞാനിത് വാങ്ങി. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ രണ്ടു പേർക്കും, കൊടുത്ത ആൾക്കും സന്തോഷം വരുന്നില്ല, വാങ്ങിയ ആൾക്കും സന്തോഷം വരുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മളതിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഭൗതികമായിട്ട് തന്നെ ചെയ്യുമ്പോൾ ആത്മീയമായിട്ട് ചെയ്യേണ്ടത് എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കെന്താണ് വേണ്ടേ? അവരെ പണം കൊടുത്ത് സഹായിക്കൽ മാത്രമല്ല, അവരെ ജീവിതത്തിൽ നമ്മളെപ്പോലെ പ്രവർത്തിക്കാൻ കേപ്പബിളാക്കി മാറ്റാൻ, ചിന്തിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കാൻ നമുക്ക് ഏത് തരത്തിൽ നമ്മൾ കഴിയും. നമ്മൾ പലപ്പോഴും അറിയാം ഈ സമൂഹത്തിൽ കൂടുതൽ ആളുകൾ പറയുന്ന ഒരു വാചകമുണ്ട്. കാരണം എനിക്ക് ഇത്ര ജീവനക്കാരുണ്ട്, ഞാൻ ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുത്തു, അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറേക്ക് ഈ പറഞ്ഞ തൊഴിൽ കൊടുക്കുന്ന ഒരാൾക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ തൃപ്തി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിന്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, പ്രവർത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ കഴിയുക. കാരണം ഇവർ സ്വയം എന്തെങ്കിലും ചെയ്തിട്ട് നേടുന്നതിന് കിട്ടുന്ന തൃപ്തി. ഞാൻ ഒരു കർമ്മം, എൻ്റെ കയ്യിലൊരു ജോലി കിട്ടി, ആ ജോലി ഞാൻ ചെയ്തിട്ട് അതിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്യാൻ കഴിയുമ്പോൾ കിട്ടുന്ന തൃപ്തി സത്യത്തിൽ ഒരു നിർബന്ധിതമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഒരു മാസം എനിക്ക് അവകാശമായി കിട്ടുന്ന സംഖ്യ കൊണ്ട് എനിക്ക് ലഭിക്കില്ല. കാരണം ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നണം ഞാൻ ചെയ്യുന്നത്, ഞാൻ വാങ്ങുന്നതിന് പ്രപ്പോർഷനേറ്റായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അത് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യിക്കണം. എനിക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നത്
എൻ്റെ ചിന്തയിലും പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ബേസിലാവണം. അത് തന്നെയാണ് ശരിക്കും ഒരു പരിധിവരെ ആത്മീയവും. കാരണം മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് എത്ര തൃപ്തി ഉണ്ടാവുന്നു. ഞാനൊരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് എത്ര കൂടുതൽ ആളുകൾക്ക് ഗുണമുണ്ടാവുന്നു എന്നെനിക്ക് ചിന്തിക്കാൻ കഴിയുന്നു. എത്ര പേർക്ക് ഓപ്പർച്യൂണിറ്റി, ചിന്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അവർക്ക് പ്രവർത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. എന്ത് വന്നാലും എനിക്ക് ഇനിയും കൂടുതൽ ആളുകളെ എനിക്ക് ഇങ്ങനെ ചെയ്യിക്കാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥന. ഇങ്ങനെ ഞാൻ ചിന്തിച്ചു പോകുമ്പോൾ സത്യത്തിൽ ഞാനും ഒരു നല്ല ചിന്തയിൽ ആത്മീയമായിട്ട് ഞാൻ നന്നായിട്ട് ചിന്തിക്കുകയല്ലേ ചെയ്യുക. നേരെ തിരിച്ച് ഞാൻ വെറുതെ പ്രാർത്ഥിക്കുക. ഞാൻ ആത്മീയമാണ്, ഈ സമൂഹം മുഴുവൻ നന്നാവണേ 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 എന്ന് രാവിലെയും വൈകുന്നേരം വരെ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്താണ് കൊടുക്കുന്നത്? ഒരു സൗണ്ട് പൊല്യൂഷൻ. അപ്പോൾ ആത്മീയത എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ചിന്തിക്കേണ്ടത് എന്നെ മനസ്സിലാക്കാൻ കഴിയുക. ആത്മ പഠനം, എൻ്റെ മനസ്സിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക, എന്നെ ബഹുമാനിക്കാൻ കഴിയുക. എന്നെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു ഈശ്വരനുണ്ട്, എൻ്റെ ഉള്ളിലൊരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ ഈശ്വരനെ ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഗുണഗണങ്ങളെ, എൻ്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ക്വാളിറ്റി അനുസരിച്ച് അപ്പോൾ എന്നെ എനിക്ക് മനസ്സിലാവുമ്പം എനിക്ക് ചുറ്റുമുള്ളവരെ എനിക്ക് ബഹുമാനിക്കാൻ കഴിയുക. അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് അവിടെ വളരുകയാണ്. അപ്പോൾ നമ്മൾ ആത്മീയത എല്ലാവർക്കും ഭൗതികതയും ആത്മീയതയും ഒരുപോലെ തന്നെ വേണം. അത് നമ്മുടെ ഉള്ളിലെ ചിന്തയിലാണ്. ആ ചിന്ത മറ്റുള്ളവർക്ക് എന്തുമാത്രം ഗുണകരമാവുന്നു അനുസരിച്ചിരിക്കും ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.